back to another episode of Minecraft One Block. അപ്പോൾ ഇന്ന് നമ്മൾ വൺ ബ്ലോക്ക് എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ് ഈ ഭാഗം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയുണ്ടാവും, നമ്മുടെ ചാനലിലേക്ക് ഒരു 3 യൂട്യൂബേഴ്സ് വന്നിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സായിട്ട്. ഇപ്പോൾ ഞാൻ അവരെ ഇത് സ്ക്രീനിൽ കൊടുത്തായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് നേരെയാക്കണം. പിന്നെ ഞാൻ കുറേ മൈൻ ചെയ്തിട്ട് ഒരു സ്റ്റോണ്, പിന്നെ ഞാൻ കാണിച്ചു തരാം. 3 അയണിക്ക് കിട്ടി. ഞാനിപ്പോൾ ഏത് ഫേസിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ ഇതാക്കി ഇന്ന് മൈൻ ചെയ്യണ്ടായിരുന്നു. ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാൻ തന്നെ മറന്നു. ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു ട്രാക്ക് പോളിൻ്റെ സ്വന്തം ഇത് കിട്ടിയിട്ടുണ്ട്, പിന്നെ നമുക്ക് ഒരു മാംഗ്രൂവ് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്, അയണുണ്ട്, പിന്നെ 5 ഗോൾഡുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ചെസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിലാണെങ്കിൽ സ്ഥലമില്ല, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ആ ചെസ്റ്റ് നിറയാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഏകദേശം നമുക്ക് ചെറിയൊരു ഫാമിൽ തുടങ്ങണം എന്നാണ്, മരത്തിൻ്റെ. ഇപ്പോൾ നമ്മൾക്ക് മരം ഭയങ്കര കുറവാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ മാംഗ്രൂവിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, പീസാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ക്ലിയറായിട്ട്. മാംഗ്രൂവിൻ്റെ കുറേ മഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്ന് മൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. വല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഇതെന്ത് സാധനം? എന്തോ ഒരു സാധനം എന്തൊക്കെയുള്ളൂ, അത് നോക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. എന്തത് ഗ്ലിച്ചായ? എന്താണ്? അയ്യോ, ഇവിടെ ബ്ലോക്ക്. ഓനോ പണിപാളി. എന്തായാലും വല്ലതും കയ്യിൽ അവൈലബിളായിട്ട് ഒന്നും ഇല്ല. 2 കോളുണ്ട്, പിന്നെ കുറേ മഡും ഉണ്ട്. സാധനങ്ങളെല്ലാം പോയി. അടുത്തതെന്ത്? എന്താണിത്? ആ തവള ഫ്രോഗിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. വീടല്ലേ. അയ്യോ, ഇയാളെന്ന അതായിരിക്കും നല്ലത്. ഇനി ഞാനിത് കുറച്ച് നേരം കൂടി പോകട്ടെ. അടുത്തത് പോകൂട്ടാ, ഒന്ന് മാറിക്കൂട്ടാ. ഇതൊന്ന് തുറക്കണമായിരുന്നു, ഒന്ന് മാറുമോ ഫ്രോഗേ? അവൻ അവിടേക്ക് എത്തി. ഇതിലുള്ളിൽ അടുത്ത ടൈമുണ്ട്. ഇത് പിന്നെ കുറേ ഫ്രോഗിൻ്റെ ഫോണ്. അതാ ഒന്ന് ഞാൻ വിചാരിച്ചു അടുത്ത് പോയി. പിന്നെ ഒരു അയണ്, ഇത് ഇത്രയൊക്കെ തന്നെയാണ് കിട്ടിയത്. മറ്റേത് അത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങളിവിടെ എന്നോട്ടാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴി സെറ്റാക്കി തരാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു വീഴ്ചയിലൂടെയൊക്കെയല്ല ഒരു കാര്യം മനസ്സിലായി. ഒന്നും നമ്മുടെ കയ്യിൽ വെക്കാൻ പാടില്ല. ഇല്ല, ഞാൻ വാല്യൂബിൾ അല്ലെങ്കിലും ഇത് തന്നെയാണ് വെക്കാറ്. പക്ഷെ എൻ്റെ ഒരു പോകുന്ന എടുത്ത് പോയിട്ടുണ്ട്. ഫോന് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരം കൂടി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ചുറ്റിന് 2 വരി ഇങ്ങനെ ഇട്ടിട്ട്, ഇവിടെ പിന്നെ സ്റ്റോൺ വെച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് എടുത്തിട്ടും 2 വരി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കിലൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് സെറ്റാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോബ്സ് വന്നാൽ സ്പോൺ പ്രൂഫ് ആയിരിക്കും, കിച്ചണൊന്നും സംഭവിക്കില്ല. ഞാൻ കുറച്ച്
ഇതൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് ബ്ലോക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണാം. അല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഞാനൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ അതുണ്ടാക്കാം. ഇനി ആദ്യം ഞാൻ കുറച്ച് ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടോ. എന്തൊക്കെ കിട്ടിയത് നോക്കൂ. ഞാൻ ഗോൾഡൻ ആപ്പിള്, ഡയമണ്ട്, കുറേ ബ്രെഡ്, പിക്കാക്സ്, 2 ഇത് നീയല്ലപ്പോ താഴെ പോയത്. ഞാൻ ഇവിടെ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയത് അടുത്തത് വയ്യ. എത്രത്തോളം അത് കിട്ടണത്. മാംഗ്രൂവിൻ്റെ വേവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മാംഗ്രൂവിൻ്റെ വേവ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ബ്ലോക്കൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത 2 ഡയമണ്ട് എത്ര ഉണ്ടാക്കിയതാണ് കിട്ടണത്. കുറേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. എന്തായാലും കുറേ ഡയമണ്ട് ഇപ്പം തന്നെ ആയി. ഡയമണ്ട് തന്നെ തരുന്നുള്ളൂ. വയ്യ അങ്ങനെ വീണ്. ഞാൻ നേരത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ബാക്കൊക്കെ തിരിയുമ്പോഴേക്കും നിലത്തേക്കാണ് വീണു. 6 അതിലൊരു ഒന്നും കൂടി ഉണ്ട്. 7 ലൈറ്റ് ടോട്ടൽ ഫണ്ടേന് ഇത് റെഡ് ഇത് പിക്കാക്സ് നമുക്ക് ആവശ്യമുണ്ട്. 3 ഇത് സാധനം നമുക്ക് അത്യാവശ്യം വേണ്ട ബ്ലോക്കുകളായി എന്ന് തോന്നുന്നു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്തില്ലേ നമ്മുടെ വാട്ടർ ബക്കറ്റും കയ്യിലെടുക്കുക. പിന്നെ ഇതിൻ്റെ ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയുക. പിന്നെ ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം കൂടെ ഒഴിക്കുക. പിന്നെ ഇതങ്ങോട്ട് പൊട്ടിക്കുക. അയ്യോ അതാ ഒരു ഫ്രോഗ് 2 ഫ്രോഗ് നിലത്തേക്ക് വീണു. സാരമില്ല, ഞാൻ നിലത്തേക്ക് വീഴാതെ ഇരുന്നാൽ മതി. ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ വെക്കുക. പിന്നെ ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് പണിയാണ്. അതിന് ശേഷം ഈ ഒരു വാട്ടർ ബക്കറ്റും കയ്യിലെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട ഒരു ഔട്ട്ലൈന് പോലെ അതിന് ഇൻഫിനിറ്റി വാട്ടർഫോൾ അങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. നടുക്കിൽ ഇതാണ് ബ്ലോക്ക്. അതിങ്ങനെ പൊട്ടിക്കുക. ഞാൻ ഈ ഒരു ഭാഗം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ അവിടെ തന്നെ നിന്നോളും. ഇനി നമുക്കിത് ഇരുന്ന് ഇങ്ങനെ ഇതാക്കാം. ഇനി നമ്മൾ ഒരേ ഒരു കാര്യം കൂടി ഉള്ളൂ. നമ്മുടെ ഫാം ഏരിയ കൂടി ഒന്ന് സെറ്റ് ആക്കണം. അല്ല ഇത് മോബ്സിൻ്റെ അല്ല. അടുത്ത ഫേസും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഏതായിരിക്കും ഫേസ് ഉണ്ടാവുക. എന്തായാലും ഒന്ന് മാറിക്കാം. യാത്ര ചെയ്യണം. വല്ല മോൺസ്റ്റർ പാർട്ടി വല്ലതും വന്ന പണി കിട്ടും. അടുത്തത് ഏതാ ഫേസ്? പെട്ടെന്ന് പറയൂ. അടുത്ത ഫേസ് ഏതാണെന്ന് എനിക്ക് അറിയാം. 1 മിനിറ്റ്. എന്തായാലും നമ്മുടെ ഈ 2 വാട്ടർ ബക്കറ്റ് ഇതിൽ വെക്കുക. അടുത്ത ഫേസ് ഇതെന്താ സ്നോയി? സ്നോയി വയോ പോളാർ വിയർ. ഓനോ ഇത് പോളാർ വിയറേ. അതിനിപ്പോൾ തള്ളി താഴെടണം. നോ നല്ല ഡാമേജ് കിട്ടി. എങ്ങനെയൊക്കെയോ അതിനെ കൊന്നു. ഇതിനുള്ളിലെന്താ വല്ല ഫുഡ്? സ്നോത്തിന് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്നോ പൗഡർ നമുക്ക് ഇതായിരിക്കും. ഇനി നമുക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതില്ലേ
ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പും കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി അതിന് വേണ്ടി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്യട്ടെ. ഇതിനൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാനാ നോക്കട്ടെ, ഇതിന് വരുമോ നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ബ്ലോക്ക് കൊണ്ട് തന്നെ ഇതാകേണ്ടി വരും. ഇത് ഡേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡേർട്ട് നമുക്ക് ആവശ്യമുണ്ട്. സ്റ്റോണ്, ഫോക്സ്, നീ പോടാ. ഞാൻ ചത്താരം നിന്നുള്ളിൽ തന്നെ. അയ്യോ, ബോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എടാ നിന്റെ കയ്യിലെന്താ? സ്വാഡോ ആരോയാ? എന്താ അത്? മര്യാദയ്ക്ക് അത് താടാ, മര്യാദയ്ക്ക് അത് തായോ. എവിടെ പോവല്ല നീ, എവിടേക്കും ചാടല്ലേ. ഇങ്ങോട്ട് മാത്രം ഇങ്ങോട്ട് തായോ. അത് ഞാൻ എന്തോ ഇതായി. ലാപ്പീസ് റസൂൾ ഇതൊക്കെ കിട്ടുതില്. കുറെ സ്റ്റോൺ, ഗോൾഡ്. വില്ലേജർ ഈ ഒരു സാധനത്തിന് എത്ര റയറാന്ന് തുടങ്ങി ഇതില്. ഈ ഒരു ഇതിന് എന്തായാലും എനിക്ക് ഈ സന്തോഷത്തിൽ ഇത് പൊട്ടിക്കണില്ല. ആദ്യം വില്ലേജറിനെ സേഫ് ആകണം. അവിടെ നീ എവിടേക്ക് ഓടിപ്പോയില്ല ദൈവം. ഈ വില്ലേജറിനെ ഇനി നമുക്ക് വേറെ എവിടേക്കെങ്കിലും ഇടാം. നീ അതിൻ്റെ മുകളിൽ നിന്നു. ഇവിടെ വീടല്ലേ, നിലത്ത് വീടല്ലേ, ദൈവം നിലത്ത് വീടല്ലേ. കഷ്ടപ്പെട്ട് നീ സ്പോണാവാൻ വേണ്ടി കാത്തുന്നതാ. നീ ജസ്റ്റ് ആ വെള്ളത്തിലേക്കൊന്ന് ചാടിക്ക്. വെള്ളത്തിൽ ചാടിയിട്ട് അതിൻ്റെ സെൻട്രൽ ബ്ലോക്കിലേക്ക് കയറി. നീ എന്നാൽ ശരി, അവിടേക്ക് വയ്ക്കോ. എൻ്റെ മുകളിലേക്ക് കയറി. നീ എന്താ എൻ്റെ മുകളിലേക്ക്? ഫോക്സേ, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. വില്ലേജർ ആദ്യം ഞാൻ ആ ഫോക്സിനെ നിർത്തിയോട്ടെ. ഇവിടുന്ന് വിട്ടുപോ. ഇനി ഞാൻ ഈ വില്ലേജറെ എന്ത് ചെയ്യുക? ഈ വില്ലേജർ താഴത്തേക്ക് വെള്ളത്തിലാണെങ്കിലും ആ ബ്ലോക്കിലേക്കാണ് കയറ്. നീ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു മിനിറ്റ് ചാടിയിട്ട് നമുക്ക് നോക്കിയാലോ. ചാടിയിട്ട് വെച്ചവൻ വരുമോ? ചാടി നോക്കാം. വരുന്നില്ല. നീ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇതിവിടുന്ന് ബ്ലോക്കൊക്കെ വെച്ച് പോവാം. കുറച്ച് ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ഏരിയ പോലെ സെറ്റ് ആക്കിയിട്ട് വില്ലേജർ എന്തായാലും അവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഇതാക്കാം. അയ്യോ, ഇത്ര നേരം മൈക്കില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്കൊന്ന് പോയതായി. ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ മൈക്ക് നോക്കുമ്പോൾ മൈക്ക് ഓഫായിട്ടാണ് കിടക്കുന്നത്. എന്ത് ചെയ്യാനാ? നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ഫോൺ വീലുള്ളത് കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അയ്യോ നോ, രണ്ട് ലൈറ്റ് ഇതാനോട് കഴിക്കാം. ചിലപ്പോൾ നമ്മുടെ ഇതൊന്നുമില്ല. ഈ വില്ലേജറിനാണെങ്കിൽ ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നോക്കി, പക്ഷെ നമ്മളുടെ അതിനുള്ള ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രൂട്ട്സ് തടിയൊന്ന് ഇതാക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫ്രൂട്ട്സ് നീലൊന്ന് വളരെ പ്ലീസ്. അയ്യോ, എൻ്റെ ഭൂമിയിലൊക്കെ കഴിയും. നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഓക്ക് മരത്തിനെ ഒന്ന് ഇതാക്കാം, ഭൂമിയിൽ ചെയ്യാം. ഈ ലീഫൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഓൺലി തടി മാത്രമേ വേണ്ടുള്ളൂ. ഇതെന്തായാലും നമ്മളിത് കുറച്ച് നേരം ഫാം ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.
നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.